This is the second time we've used the barbecue. Second അല്ല third. What do you mean? പാവപ്പെട്ട് ഗ്ലാസ് അവിടെ അമൃതം ഇപ്പൊ അമൃതം ഇതെന്തോന്ന കോമ്പിനേഷൻ ഇത് ദേവലോകത്ത് വന്നതാണ്. അമൃതം പണ്ട് ദൈവങ്ങൾ കുടിച്ചിരുന്ന സാധനമാണ്. ദൈവങ്ങള് അമൃത് കഴിച്ചാണ്ടല്ലോ. അമൃത് കഴിച്ചാ അമൃത് അധികം കഴിച്ച വിഷമാന്ന് പറയുന്നു. അമരനാവുന്ന അമരത്വം വരുന്ന പറയണ അമൃത് കഴിച്ചാ അറിയോ? അത് ശരിയല്ലേ? പാലാഴി കടന്ന അമൃത് കഴിച്ചാൽ പെട്ടെന്ന് കിഡ്നി പോകും. അല്ല പാലാഴി അങ്ങനല്ല, പാലാഴി കടഞ്ഞിട്ട് അമൃതാണ് കിട്ടിയത്. അതിന് ഇതാക്കാനാണ് ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടന്നത്. എന്നിട്ട് അതിൽ കുറച്ച് അസുരന്മാര് കുടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മരണമില്ല. പിന്നെ അപ്പം ദേവന്മാര് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് മോഹിനി വിഷ്ണു ഭഗവാൻ മോഹിനി രൂപം പ്രാപിച്ചിട്ട് ഡാൻസ് കളിച്ചിട്ട് അവരെ വശീകരിച്ചിട്ട് അമൃത് തട്ടിയെടുത്ത് കൊണ്ടുപോയി. ഇന്നിപ്പോ പുതിയ ലോകത്തില് പുതിയ ലോകത്തില് നമുക്ക് കാശ് കൊടുത്ത അമൃത് കിട്ടി തുടങ്ങി. പക്ഷേ പാലാഴി കഴിഞ്ഞതല്ല, ബാംഗ്ലൂരിലെ ഡിസ്റ്റിലറിയിലാണ്. അല്ല, അവര് ബാംഗ്ലൂരാണ് കടഞ്ഞത്. നോക്കട്ടെ ഇത് കുടിക്കുമ്പോ. ഓ മണം എന്തോ ഒരു ബിസ്ക്കിറ്റ് മണമാണ്, പക്ഷെ ഒരു ഇന്ത്യൻ ടച്ച് ഉണ്ട്. എന്തോ ദേവലോകത്തൊരു സ്മെല്ലുണ്ട് ഇതിന്. സ്വർഗീയ അനുഭൂതി കിട്ടി. ആദ്യം കുറച്ച് ഒരു പെഗില് തന്നെ സ്വർഗം കാണുമോ ഇനി? ഐസ് ഇടാം. കൈകൊണ്ട് ചുണ്ടോണ്ടല്ലേ കുടിക്കണം. ചോറ് ഉരുട്ടി ഉണ്ണണ പോലെ തേങ്ങ വെള്ളം കഴിക്കട്ടെ ഒഴിക്കണ മുൻപ്. ഇപ്പൊ ആൽക്കോഹോൾ ഇട്ടുകൊണ്ട് ബാക്ടീരിയ ഒന്നും കാണത്തില്ല. കൂതറ സാധനമല്ല, ഭയങ്കര ഗ്യാസ്. വീര്യല്ല, സാധാരണ വിസ്കി പോലെ അല്ലട്ടാ. ദേവലോകത്ത് വന്നാലേ നീറ്റ് അടിക്കാൻ പറ്റണില്ല. ഞാൻ ഒരുമാതിരി സാധനങ്ങളൊക്കെ ഞാൻ ഒരുമാതിരി സാധനങ്ങളൊക്കെ നീറ്റ് അടിക്കണതാ. പക്ഷെ ഇത് നടക്കുന്നൊന്നുമില്ല. തേങ്ങ വെള്ളം ഒഴിച്ചാ സെറ്റാ. തേങ്ങ വെള്ളം ഒഴിച്ചാൽ എല്ലാം സെറ്റാ. തേങ്ങ വെള്ളം വെച്ചാൽ ഏത് ദേവലോകവും താഴ്ത്തിക്ക് രാവണപ്രഭുവിലെ പുള്ളി പറയുന്നല്ലേ, അതിന്റെ കൂടെ മോഹൻലാല് പറയത്തില്ല ഇളനീർ രാവണപ്രഭുല്ലേ. അത് കറക്റ്റാട്ടാ. ഏത് ദേവനോ ഏത് അസുരനോ താഴ്ത്തിക്ക് ഇറങ്ങി വരും തേങ്ങ വെള്ളം വെച്ചാൽ.